അതിന്റെ 19 വാക്യം. യോഹന്നാന്റെ സുവിശേഷം 5:19. ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും അവണ്ണം തന്നെ ചെയ്യുന്നു. ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നത് അല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും അവനും ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. വളരെ ഷോക്കിംഗ് ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ആണ് കർത്താവ് ഇവിടെ ഈ വചനത്തിലൂടെ നമ്മളോട് വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. ഒത്തിരി ആഴത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കർത്താവ് ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ. വളരെ ആഴത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ മാത്രമേ എത്ര ആഴമുള്ള ഒരു വാക്യമാണ് ദൈവാത്മാവിടെ വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പിതാവ് ചെയ്യുന്നതല്ലാതെ അല്ലെങ്കിൽ പിതാവിന്റെ ഇഷ്ടമല്ലാതെ പുത്രന് സ്വയമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. നമുക്കറിയാം, യേശു കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചത് ഹല്ലേലൂയ ഒരു മനുഷ്യനായിട്ടാണ് ജീവിച്ചത്. ഹല്ലേലൂയ. ഒരു സാധാ മനുഷ്യനായിട്ട്, നമ്മളെ പോലെയൊക്കെയുള്ള ഒരു മനുഷ്യനായിട്ടാണ് ജീവിച്ചത്. എന്നാൽ കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചതുപോലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ശേഷം ഹല്ലേലൂയ അസാധാരണമാകുന്ന ദൈവിക കാര്യങ്ങളെ, അത്ഭുതങ്ങളുടെ പ്രവർത്തികളെ ദൈവത്തിന്റെ ആത്മാവ് യേശുവിലൂടെ ഈ ഭൂമിയിൽ ചെയ്തെടുത്തു. തീർച്ചയായും കർത്താവ് ഇത് ചെയ്യുമ്പോഴും ഹല്ലേലൂയ ഒരു കാര്യം വ്യക്തമായിട്ട് വചനം നമ്മളോട് പറയുക, കർത്താവ് ചെയ്തുകൊണ്ടിരുന്നതെല്ലാം പിതാവിന്റെ ഇഷ്ടങ്ങളായിരുന്നു. പിതാവിന്റെ ഇഷ്ടമല്ലാതെ ഒന്നും സ്വയമായിട്ടൊന്നും കർത്താവ് ചെയ്തിട്ടില്ല. സ്വയമായിട്ടൊന്നും കർത്താവ് പ്രവർത്തിച്ചിട്ടില്ല. പിതാവിന്റെ ഇഷ്ടം മാത്രമേ കർത്താവ് ഈ ഭൂമിയിൽ ചെയ്തിട്ടുള്ളൂ. ഒരുപാട് അത്ഭുതങ്ങൾ, യേശു ചെയ്ത അത്ഭുതങ്ങളെ എഴുതിയാൽ ഈ പുസ്തകം തീരത്തില്ല എന്ന് പറയുന്നത് പോലെ ഒരുപാട് അത്ഭുതങ്ങളെ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളതും എഴുതിയിട്ടില്ലാത്തതുമായ ഒരുപാട് അത്ഭുതങ്ങളെ കർത്താവ് ഈ ഭൂമിയിലായിരുന്ന സമയത്ത്, തന്റെ ഐഹികവാസ സമയത്ത് കർത്താവ് ചെയ്തു. അപ്പോൾ ചെയ്ത ഓരോ പ്രവൃത്തിയും പിതാവിന്റെ ഇഷ്ടമനുസരിച്ച് ദൈവിക ഡിവൈൻ അസൈൻമെന്റിൽ പെടാത്ത ഒരു കാര്യങ്ങൾ കർത്താവ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ വചനം നമ്മോട് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ലാസറിനെ ഉയർപ്പിച്ചപ്പോഴും ഹല്ലേലൂയ, അന്ധനെ സൗഖ്യമാക്കിയപ്പോഴും ഹല്ലേലൂയ, ബാലികയെ ഉയർപ്പിച്ചപ്പോഴും ഹല്ലേലൂയ, ഒരുപാട് അത്ഭുതങ്ങൾ ഹല്ലേലൂയ, മരണത്തിൽ നിന്ന് പലരെയും ജീവിതത്തോട് തിരിച്ചു കൊണ്ടുവന്നപ്പോഴും സൗഖ്യമാക്കിയപ്പോഴും അസാധ്യമെന്ന് തോന്നുന്ന വീര്യപ്രവർത്തികളൊക്കെ കർത്താവ് ചെയ്തപ്പോഴെല്ലാം ഹല്ലേലൂയ സ്തോത്രം, തന്റെ ഇഷ്ടപ്രകാരമായിട്ടല്ല യേശു കർത്താവ് ഒന്നും ചെയ്തത്, മറിച്ച് പിതാവിന്റെ ഇഷ്ടത്തിനു വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. സ്തോത്രം. അതൊന്നും ഒരു റാൻഡം ആക്ട്സ് ആയിട്ടല്ല നടന്നുകൊണ്ടിരിക്കുന്നത്, മറിച്ച് ഹല്ലേലൂയ പിതാവ് പറയുന്ന ശബ്ദത്തെ കേട്ട് പരിശുദ്ധാത്മാവിന് ഈൽഡ് ചെയ്തുകൊണ്ട് കീഴടങ്ങിക്കൊണ്ട് അസൈൻമെന്റുകൾ അല്ലെങ്കിൽ അനുസരിച്ചുകൊണ്ട് അസൈൻമെന്റുകൾ ചെയ്തെടുക്കുവായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്തിട്ട് എൻ്റെ പേര് കുറച്ച് ഫെയിം ആകും, അല്ലെങ്കിൽ അല്ലെങ്കിൽ കുറെ ആൾക്കാർ എനിക്ക് ഫോളോവേഴ്സിന് കിട്ടും, അങ്ങനെയൊന്നും വിചാരിച്ചുകൊണ്ടല്ല കർത്താവ് ചെയ്തിരുന്നത്. അങ്ങനെയൊക്കെ കർത്താവ് ചെയ്തിരുന്നെങ്കിൽ ഈ ലോകം മുഴുവൻ യേശുവിന്റെ ഫോളോവേഴ്സായി മാറിയേനെ. ഹാലയില്. പക്ഷെ ലാസ്റ്റ് എന്താ സംഭവിച്ചേ? ഹാലയില് യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്ന വളരെ കുറച്ചു പേരേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നവരെയും ഈ ലോകം എങ്ങനെയാ വിധിച്ചതെന്ന് നമുക്കറിയാം. ഞാൻ പറഞ്ഞു വരുന്നത്, സൂപ്പർ നാച്ചുറൽ ലിവിങ് എന്ന് പറയുന്നത് പലപ്പോഴും മാനുഷിക നിലകളിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു തലമാണ്. സൂപ്പർ നാച്ചുറൽ ലിവിങ്ങിൽ അത്ഭുതങ്ങളുണ്ട്, അടയാളങ്ങളുണ്ട്, വീര്യപ്രവൃത്തികളൊക്കെ ഉണ്ട്. അപ്പോൾ തന്നെ അവിടെ നാം മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം, പലരും മറന്നു പോകുന്ന വലിയൊരു കാര്യം, അത് ദൈവീക പദ്ധതികളോടുള്ള അനുസരണം കൂടിയാണ് സൂപ്പർ നാച്ചുറൽ ലിവിങ്. ഹല്ലേലൂയ, സ്തോത്രം. അതായത് എപ്പോഴും അതൊരു ഭയങ്കര സൗണ്ടോടെ അല്ല ആ സൂപ്പർ നാച്ചുറൽ ലിവിങ്ങിനുള്ള സൊല്യൂഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. വലിയ ശബ്ദത്തോടെ ആയിരിക്കത്തില്ല സൂപ്പർ നാച്ചുറൽ ലിവിങ്ങിലുള്ള നമ്മളുടെ സൊല്യൂഷൻസ് വെളിപ്പെടുന്നത്. ചില സമയങ്ങളിൽ നമുക്ക് ആർക്കും മനസ്സിലാക്കാത്ത രീതിയിലുള്ള വളരെ നേർത്തതായ ദൈവീക അരുളപ്പാടുകളോടുള്ള അനുസരണമായിരിക്കാം. സ്തോത്രം. അത് മറ്റുള്ളവരുടെ കണ്ണുകളിൽ ഹല്ലേലൂയ സ്തോത്രം ഒരു പരാജയമായിട്ട് തോന്നിയിട്ടുണ്ടാകാം. പക്ഷെ സ്വർഗം അവിടെ സന്തോഷിക്കുന്നുണ്ടാവും ആ സമയത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൂതന്മാർ നമ്മളെ ഒത്ത് സന്തോഷിക്കുന്നുണ്ടാവും. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് സ്വർഗീയ പിതാവ് നമ്മളെ നോക്കി പുഞ്ചിരി തൂങ്ങുന്നുണ്ടാകും. സ്തോത്രം. ഒരുപക്ഷെ നമ്മളുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ താല്പര്യങ്ങളൊക്കെ മാറ്റി വെക്കുന്ന ചില അസൈൻമെന്റുകളിൽ നമ്മൾ ഒപ്പിടുമ്പോഴാ സ്വർഗീയ അസൈൻമെന്റ് വ്യക്തമായിട്ട് നമ്മുടെ ലൈഫിൽ പൂർണ്ണമായിട്ട് നിറവേറപ്പെടുന്നത്. നമുക്കെല്ലാവർക്കും നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നതും നമ്മൾ ആഗ്രഹിക്കുന്നതും, കർത്താവേ ഞാൻ ആഗ്രഹിക്കുന്ന വിഷയത്തിൽ ഹല്ലേലൂയ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കും.
ഹാലയിലൂയ. ഏറ്റവും പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് നമ്മൾ പല കാര്യങ്ങളും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നതും അല്ലെ. തീർച്ചയായിട്ടും നല്ലതാ. ഹാലയിലൂയ. പോസിറ്റീവായി തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോൾ തന്നെ ഹാലയിലൂയ യേശു ചെയ്തതുപോലെ പിതാവിന്റെ ഇഷ്ടം അറിയാനുള്ള ഒരു ശ്രമം എപ്പോഴും നമ്മുടെ ലൈഫിൽ വേണം. നമുക്കറിയാം യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്ന സമയത്ത് അത് താൻ ഏറ്റവും കൂടുതൽ ടൈം രാത്രി കാലങ്ങളിൽ സ്പെൻഡ് ചെയ്തിരുന്നത് പിതാവുമായിട്ട് സംസാരിക്കാൻ. ഹാലയിലൂയ. തന്റെ ഒരു ഡേ റിവോൾവ് ചെയ്തിരുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. താൻ രാത്രിയിൽ പിതാവുമായിട്ടുള്ള ആ ഒരു ഫെലോഷിപ്പിൽ നിന്ന് വരുന്ന ദൈവിക അരുളപ്പാടുകൾ അനുസരിച്ച് മാത്രമാണ് താൻ ഏതൊരു മേജർ ഡിസിഷൻസ് ഈ ഭൂമിയിലായിരുന്ന സമയത്ത് എടുത്തിട്ടുണ്ടോ അപ്പോഴെല്ലാം അതിന്റെ പിന്നിൽ ശക്തമായ പ്രാർത്ഥനയുടെ ഒരു തല നമുക്ക് കാണാൻ സാധിക്കും. ഹാലയിലൂയ സ്തോത്രം. ഹാലയിലെ അപ്പസ്തലന്മാരെ തിരഞ്ഞെടുക്കുമ്പോഴും ഹാലയിലൂയ സ്തോത്രം. അതുപോലെ മരിച്ചവരെ ഉയർപ്പിക്കുമ്പോഴും അങ്ങനെയുള്ള വലിയ വലിയ മേജറായിട്ടുള്ള കാര്യങ്ങളെ, അത്ഭുതങ്ങളായിക്കോട്ടെ, ഡിസിഷൻസ് ആയിക്കോട്ടെ, അതൊക്കെ കർത്താവ് ചെയ്യുന്നതിന് പിന്നിൽ രാത്രിയിൽ മാറിപ്പോയി എന്ന് ഏകാന്തതയിൽ ആരുമില്ലാത്ത സമയങ്ങളിൽ പിതാവുമായിട്ട് സംവേദിക്കുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന ഹാലയിലൂയ ആശയവിനിമയം നടത്തുന്ന പിതാവിൽ നിന്ന് കേൾക്കുന്ന ഒരു യേശുവിനെ നമുക്ക് കാണുവാൻ സാധിക്കുക. കർത്താവ് നമുക്ക് കാണിച്ചു തന്ന മാതൃകയാണ്. ഹല്ലേലൂയ. ജീവിതത്തിന് മുമ്പിൽ പലപ്പോഴും പ്രതിസന്ധികൾ, ഡിസിസീവായ മൊമെന്റ്സ് നമ്മുടെ ഒക്കെ ലൈഫിൽ കടന്നു വരാം. എന്നാൽ ഹാലയിലൂയ ആ വിഷയത്തിലോട്ട് നമ്മൾ ചാടി നമ്മളൊരു എന്താ പറയാ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ശാന്തമായി കർത്താവിൽ കേൾക്കുവാൻ നമ്മൾ എത്ര പേർ തയ്യാറാവുന്നുണ്ട്? സ്തോത്രം. മാറിയിരുന്നൊന്ന് പ്രാർത്ഥിക്കുവാൻ, പിതാവിന്റെ ശബ്ദത്തെ ഒന്ന് എടുക്കുക. കർത്താവേ, ഈ അസൈൻമെന്റിൽ ഹാലയിലൂയ എന്റെ ആഗ്രഹം എനിക്ക് വിജയിക്കണം തന്നെയാ. ഹാലയിലൂയ ആ വിജയം മറ്റുള്ളവരും കാണണമെന്ന് തന്നെ എന്റെ ആഗ്രഹം. പക്ഷെ എന്റെ പിതാവിന്റെ ഇഷ്ടം എന്തോ ഇവിടെ. ഹാലയിലൂയ അതിലോട്ട് എന്നെ നയിക്കണമേ, നിന്റെ ഹിതം പോലെ എന്നെ നടത്തണേ കർത്താവേ എന്നൊരു പ്രാർത്ഥന. അത് തന്നെ യേശു കർത്താവ് ഗത്സമനയിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രയറാണ്. സ്തോത്രം. ഹാലയിലൂയ. ഈ പാനപാത്രം, ഈ കൈപ്പേറിയ പാനപാത്രം എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാ പിതാവേ. സ്തോത്രം. എങ്കിലും നിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ ഏൽപ്പിച്ചു തരുന്നു. ഹാലയിലൂയ. പ്രൈസ് ദി ലോർഡ്. ഹാലയിലൂയ. അതിനുവേണ്ടി ഞാൻ ഏൽപ്പിച്ചു. അവിടെ ആ പരിശുദ്ധാത്മാവിനോടുള്ള അനുസരണത്തെ കാണിക്കുന്നത്. ഹാലയിലൂയ. പിശാചും ലോകവും വിധി എഴുതി കാണും. യേശു പരാജയപ്പെട്ടു. പക്ഷെ യേശു പരാജയപ്പെട്ടോ? സ്തോത്രമില്ല. യേശു ഒരിക്കലും പരാജയപ്പെട്ടില്ല. ഹാലയിലൂയ. അൾട്ടിമേറ്റ് ആയിട്ട് വിജയത്തിന്റെ ഓരോ പടവുകൾ ആ യാത്രയിൽ യേശു കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹാലയിലൂയ. അന്ധകാര മണ്ഡലം വിറച്ചു പോകുന്ന നിലവാരത്തിൽ, അല്ലെങ്കിൽ അവർക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത നിലവാരത്തിലുള്ള ആത്യന്തികമായ ജയത്തിലോട്ട് ദൈവത്തിന്റെ പദ്ധതി യേശുവിനെ കയറ്റുകയായിരുന്നു ആ രാത്രിയിൽ. ആ വേദനയുടെ ഓരോ നിമിഷങ്ങളിലും ഹാലയിലൂയ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി കർത്താവ് വേദന സഹിക്കുമ്പോൾ ദൈവമക്കളെ നാം മറന്നു പോകരുത്. നമ്മുടെ ഓരോരുത്തരും ജയത്തിനു വേണ്ടി കർത്താവ് തന്നെ സബ്മിസീവായിട്ട് പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തികൾക്ക് വേണ്ടി അനുസരണയോടെ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. ഇന്ന് നമ്മൾ ജീവിതത്തിൽ കടന്നു പോകുന്ന പല സിറ്റുവേഷൻസും, നമുക്ക് ഉത്തരമില്ലാത്ത ഒരുപാട് സിറ്റുവേഷൻസ്, സാഹചര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ടാകാം. എന്നാൽ കർത്താവുമായിട്ട് സംവാദിക്കുമ്പോൾ, കർത്താവ് ഇതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല, ഹാലയിലൂയ കർത്താവ് ഇങ്ങോട്ട് എന്നെ കൊണ്ടുപോകുന്നത് എനിക്കറിയത്തില്ല, പല ചോദ്യങ്ങൾക്കും എന്റെ മുമ്പിൽ ഉത്തരമില്ല, എന്നാൽ അങ്ങയുടെ ഇഷ്ടപ്രകാരം എന്നെ നടത്തണമേ. കർത്താവെ, അങ്ങയുടെ പദ്ധതിയിൽ നിന്ന് കർത്താവെ വിടാതെ, മറിയാതെ, തിരിയാതെ ദൈവത്തിന്റെ പദ്ധതിയിലൂടെ മാത്രം നടക്കുവാൻ കർത്താവിനെ സഹായിക്കണമെന്നൊന്ന് പ്രാർത്ഥിച്ചു. കാരണം നമ്മൾ അറിയാത്ത സൊല്യൂഷൻസ് ദൈവത്തിന്റെ പക്കലുണ്ട്. അബ്രഹാം ഇസഹാക്കുമായിട്ട് മോരിയ മലയിലോട്ട് പോകുമ്പോൾ, സ്തോത്രം, അബ്രഹാമിന്റെ ഹൃദയത്തിന്റെ അവസ്ഥ നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ കഴിയുമോ? സ്തോത്രം. നമുക്ക് ഈസി ആയിട്ട് വായിക്കാൻ പറ്റും. പക്ഷെ എത്ര ഹെവിയോടെ ആ മനുഷ്യൻ നടക്കുന്നത്, ഓരോ സ്റ്റെപ്പുകൾ വെക്കുന്നത്. ഹാലയിലൂയ. സ്തോത്രം. സ്തോത്രം. നോക്കിക്കേ, ദൈവത്തിന്റെ പദ്ധതിയും അബ്രഹാം ചിന്തിക്കുന്നതിന് മുൻപേ സ്തോത്രം ആ മലയിലോട്ട് നടന്ന് കയറുന്നുണ്ടായിരുന്നു. ഹാലയിലൂയ. ഹാലയിലൂയ. കർത്താവിന്റെ പ്രവർത്തക്ക സമയത്ത് അബ്രഹാം ചിന്തിക്കാത്ത, അല്ലെങ്കിൽ ഹാലയിലൂയ വിചാരിക്കാത്ത നിലവാരത്തിലും കൊമ്പുകാട്ടിൽ കെട്ടിക്കിടക്കുന്ന, അല്ലെങ്കിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു ആട്ടിൻകുട്ടിയെ ഹാലയിലൂയ അബ്രഹാമിന്റെ മകനു വേണ്ടി കർത്താവിടെ റീപ്ലേസ് ചെയ്ത് നമുക്ക് വായിക്കാൻ സാധിക്കും. ഹാലയിലൂയ. അങ്ങനെ എങ്കിൽ പിതാവിന്റെ ഇഷ്ടത്തിനു വേണ്ടി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്ന മൊമെന്റിലായിരിക്കാം സ്തോത്രം നമ്മുടെ അനുസരണം എത്രത്തോളം ഉണ്ടോ. ഹാലയിലൂയ. കർത്താവ് എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം മതി കർത്താവേ എന്ന് പറയുന്നൊരു സമർപ്പണം, അത് ഇച്ചിരി വില കൊടുക്കേണ്ടതാ. അത് ഈസി ആയിട്ട് ഒരിക്കലും നേടിക്കുന്ന കാര്യമല്ല. ജീവിതം നാം ഹാലയിൽ ചെയ്യാൻ പോകുന്ന ഓരോ കാര്യത്തിന്റെ മധ്യയും
മേജറായിട്ട് എടുക്കേണ്ടുന്ന ഓരോ ഡിസിഷന്റെ മധ്യേയും നമ്മുടെ ഇഷ്ടം ഇവിടെ നിൽക്കട്ടെ, ദാറ്റ്സ് ഓക്കെ. അത് ഒരുപക്ഷെ റൈറ്റാന്ന് നമുക്ക് തോന്നിയിരിക്കാം. അപ്പോൾ തന്നെ കർത്താവോട് പ്രാർത്ഥിക്കണം, ആഴത്തിൽ ചോദിക്കണം, അപ്പാ സ്തോത്രം, അങ്ങയുടെ ഇഷ്ടം മാത്രം നടക്കണം. ഹാലലൂയ, ഹാലലൂയ. കർത്താവിന്റെ ഇഷ്ടം നടക്കുമ്പോൾ സ്തോത്രം, നാം അറിയാത്തൊരു ദൈവിക സ്വസ്ഥതയും സമാധാനവും നമ്മുടെ ഹൃദയങ്ങളിൽ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ നിലവുകൾ അനുഭവിക്കാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കും. ഹാലലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ ഞാൻ പറഞ്ഞതുപോലെ സ്തോത്രം, ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വളരെ ആഗ്രഹിച്ചാ പ്രാർത്ഥിക്കുന്നത്, കർത്താവെ ഇന്ന വിഷയത്തിൽ അപ്പൊ എന്നോട് സംസാരിക്കണേ, ദൈവഹിതനെ അറിയിക്കണേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷെ ചില സമയങ്ങളിൽ ഹാലലൂയ, ഞാൻ അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട് പറയുന്നത് സ്തോത്രം, കർത്താവ് ഒന്നും മിണ്ടത്തില്ല നമ്മളോട്, ഒന്നും അറിയിക്കത്തില്ല നമ്മളോട്. ഹാലലൂയ, അല്ലെ ഇതാ വഴി, നീ ഇന്ന ചെയ്യണം, അല്ലെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ എന്ന് ഒരുപക്ഷെ ദൈവം സംസാരിക്കത്തില്ല. ദൈവ സ്വപ്നത്തിലൂടെയോ വചനത്തിലൂടെ ഒന്നും നമ്മുടെ ഇടപെടത്തില്ല. പക്ഷെ എന്ന് നമുക്ക് തോന്നുന്നതാ, കർത്താവ് തീർച്ചയായും സംസാരിക്കും. നമ്മൾ ഉദ്ദേശിക്കാത്തൊരു വഴിയായിരിക്കും കർത്താവ് അവിടെ സൊല്യൂഷൻ കണ്ടിട്ടുള്ളത്. ഒന്നുകിൽ ഒരാളെ വിളിക്കാനായിരിക്കാം, ഒരു വ്യക്തിയെ നമ്മുടെ ഭവനത്തിലോട്ട് അയച്ചിട്ട് അയാളോട് സംസാരിക്കാനായിരിക്കാം. അതും അല്ലെങ്കിൽ ഹാലയിലും അവിടെ പോകരുത്, അല്ലെങ്കിൽ ആ കാര്യം ചെയ്യരുത് എന്നുള്ള ചില കാര്യങ്ങൾ വേറൊരു വഴി ഓപ്പൺ ചെയ്തിട്ടിട്ട് നമ്മൾ അതിലോട്ട് നടത്തിക്കൊണ്ടായിരിക്കാം ദൈവം സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, പരിശുദ്ധാത്മാവ് നമ്മൾ എപ്പോഴും സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നത് ആ ദൈവത്തിന്റെ ശബ്ദത്തിൽ തിരിച്ചറിയണമെങ്കിൽ അത്രയും വലിയൊരു ഇന്റിമസിയിലോട്ട്, ആ ഫെലോഷിപ്പിലോട്ട് നമുക്ക് കടന്നെങ്കിൽ മാത്രമേ ദൈവിക ശബ്ദങ്ങളെയും അരുളപ്പാടുകളെയും ഇടപെടലുകളെയും നമ്മുടെ ലൈഫിൽ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ല എങ്കിൽ സ്തോത്രം, ദൈവം എന്നോട് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ നിരാശയിലോട്ട് നമ്മൾ പോകേണ്ടി വരും. സ്തോത്രം, നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. എന്നാൽ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, സ്തോത്രം, ദൈവ ഇഷ്ടങ്ങളെ അറിയണമെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, പിതാവുമായിട്ടുള്ള വലിയ ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഫെലോഷിപ്പ്, ഒരു കൂട്ടായ്മ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആവശ്യമാണ്. ഹാലയിലൂയ, ആ ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ ഹാലയിലു നമ്മൾ ഒരു വിഷയത്തിന്റെ മധ്യേ നമ്മൾ തകർന്നു പോകത്തില്ല, മറിച്ച് നമ്മൾ ആത്മവിശ്വാസത്തോടെ അതിനെ നേരിടുവാനൊക്കെ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കും. ഹാലയിലൂയ സ്തോത്രം. ഹാലയിലെ സൂപ്പർ നാച്ചുറൽ ലിവിങ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, അത് കീഴടങ്ങലാണ്. സ്തോത്രം. ഹാലയില് അത് അനുസരണമാണ്. സ്തോത്രം. ഹാലയിലൂയ, അത് സിമ്പിൾ ഒബീഡിയൻസ് ആണ്. ഹാലയിലൂയ സ്തോത്രം. ലൂക്കോസിന് സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ അതാ വായിക്കുന്നത്. സ്തോത്രം. പിതാവ് യേശു കർത്താവ് കാണിച്ച മാതൃക 6:12 ഇങ്ങനെയാ വായിച്ചത്. സ്തോത്രം. ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. ഹാലലൂയ സ്തോത്രം. ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന ഒരു മേജറായിട്ടുള്ള ഒരു കാര്യം കർത്താവ് ചെയ്യുന്നതിന് മുൻപ് കർത്താവ് ചെയ്തൊരു കാര്യമാണ്. സ്തോത്രം. ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിക്കുന്ന യേശു. ഹാലലൂയ, ഇതൊരു സംഭവമല്ല. താൻ ഈ ഭൂമിയിലായ സമയത്ത് മോസ്റ്റ് ഓഫ് ദ ടൈം എന്ന് വേണമെങ്കിൽ പറയാം, രാത്രി കാലങ്ങളിൽ, കാരണം പകലെല്ലാം താൻ ശുശ്രൂഷയാണ്. ഹാലലൂയ. കർത്താവ് ആത്മാവ് നയിക്കുന്നത് പോലെ ഓരോ സ്ഥലങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുക. ആത്മാവ് നയിക്കുന്നിടത്ത് മാത്രമേ താൻ പോയിട്ടുള്ളൂ. സ്തോത്രം. താൻ ചെയ്തിട്ടുള്ളൂ. ആത്മാവ് പറയാത്തൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പല സ്ഥലങ്ങളിലും കർത്താവ് അത്ഭുതം ചെയ്യാത്ത സാഹചര്യം വായിക്കുന്നുണ്ട്. ഹാലയില് മനുഷ്യ നിലയിൽ നമ്മൾക്ക് തോന്നുമ്പോ അവിടെ ചെയ്തിരിക്കില്ല, അവരെന്നെ കുറിച്ച് എന്ത് വിചാരിക്കും എന്നാ ചെയ്തേക്കാം. ഹാലയിലിയ, അത് മാനുഷിക ചിന്തയാ. ഹാലയിലിയ, ആ പരാജയങ്ങളെയുള്ള ഭയം മാനുഷിക ചിന്തയാ. സ്തോത്രം. എനിക്ക് ജയിച്ചേ പറ്റൂ എന്നുള്ളത് ഒരുതരം വാശിയാ. ഹാലയിലിയ, ആ വാശി എപ്പോഴും ഒരു ഡിവൈൻ അസൈൻമെന്റുമായിട്ട് വരുമ്പോൾ പലപ്പോഴും അത് ശരിയായിക്കൊള്ളുന്നില്ല ദൈവമക്കളെ. ഹാലയിലിയ സ്തോത്രം. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ആഴം എത്രവർക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. പക്ഷെ ആത്മാവ് ഞാൻ പറയട്ടെ, പിതാവ് പറയാത്തതിനൊന്നിനും കർത്താവ് ചെയ്തിട്ടില്ല, യേശു ചെയ്തിട്ടില്ല. പിതാവ് പറയുന്നതിനെല്ലാം അതേപടി 100% ഇട്ട് ഹാലയിലിയ കർത്താവ് പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ അനുസരിച്ചപ്പോൾ ദൈവത്തിന്റെ പദ്ധതികളെ ചെയ്തെടുത്തൊരു പുത്രൻ നമുക്ക് മാതൃകയായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചു. കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന അത് മാത്രം. ഹാലയിലിയ, നമ്മുടെ ഈ ചെറിയ ലൈഫ് നമുക്കറിയത്തില്ല എത്ര കാലമാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. എന്നാൽ ജീവിക്കുന്ന സമയമൊക്കെയും ഹാലലൂയ നമ്മുടെ ഇഷ്ടങ്ങളെ മാറ്റിവെച്ചിട്ട്, നമ്മുടെ താല്പര്യങ്ങളെ മാറ്റിവെച്ചിട്ട് നമ്മുടെ പ്രാർത്ഥനയിലായിരിക്കും. കർത്താവേ, അങ്ങയുടെ ഇഷ്ടത്തെ ചെയ്യുവാൻ, ദൈവഹിതത്തിനു വേണ്ടി ഏൽപ്പിച്ചു. പിതാവ് ഈ ഭൂമിയിലോട്ട് എന്നെ അയച്ചപ്പോൾ എന്നിൽ കൂടെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പിതാവ് ആഗ്രഹിച്ചു, അത് മാത്രം ചെയ്യുവാൻ എന്നെ ഉപയോഗിക്കണമേ. ഹാലയിലൂയ സ്തോത്രം. എൻ്റെ ഈ ലൈഫിൽ അതിനായിട്ട് സമർപ്പിക്കുന്ന കർത്താവേ, എൻ്റെ ജീവിതത്തെ അതിനായിട്ട് സമർപ്പിക്കുന്ന യേശുവേ എന്നൊരു ആത്മാർത്ഥമായ പ്രാർത്ഥന മാത്രം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. യേശുവിന്റെ ജീവിതം എന്ന് പറയുന്നതിൽ, തന്റെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് തന്നെ
പ്രാർത്ഥനയായിരുന്നു. ഹാലേലൂയ, ഹാലേലൂയ, സ്തോത്രം. അങ്ങനെയെങ്കിൽ നമ്മളൊക്കെ എത്ര അധികം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ഹാലേലൂയ, തന്റെ ലൈഫ് സ്റ്റൈൽ പ്രാർത്ഥനയാക്കിയ യേശു തന്റെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾക്കും പ്രാർത്ഥനയാൽ ഹാലേലൂയ സ്വർഗീയ പിതാവിന്റെ ഇഷ്ടത്തെ ചെയ്തു തീർത്തതുപോലെ നമ്മുടെ ജീവിതത്തിലും പ്രാർത്ഥന മാത്രം നമ്മുടെ ലൈഫ് സ്റ്റൈലായിട്ട് മാറട്ടെ. സ്തോത്രം. അപ്പോൾ തന്നെ പ്രാർത്ഥനയാൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു കാര്യം ദൈവപിതാവുമായിട്ടൊരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഫെലോഷിപ്പ്, ഒരു കൂട്ടായ്മ നമ്മുടെ ലൈഫിൽ ഉണ്ടാകും. സ്തോത്രം. നമുക്കറിയാം, നമ്മൾ ഫോണൊക്കെ യൂസ് ചെയ്ത് അത് ഒരുപാട് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിന്റെ ബാറ്ററി ലോ ആയി പോകും. എന്നാൽ നമ്മളപ്പോൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അതിന് ബാറ്ററി ചെയ്യാനായിട്ട് നമ്മൾ പ്ലഗ് കുത്തി നമ്മളത് കണക്ട് ചെയ്ത് ബാറ്ററി ഫുള്ളാക്കുന്ന ഒരു പരിപാടിയുണ്ട് എന്ന് പറഞ്ഞതുപോലെ. സ്തോത്രം. എവിടെയെങ്കിലൊക്കെ നാം പിതാവുമായിട്ടുള്ള ബന്ധം നമുക്ക് ലോ ആകുന്നുണ്ടെങ്കിൽ, സ്തോത്രം, ആ കണക്ഷൻ വിട്ടു പോകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ അതിനെ ചാർജ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അത് ഡെയിലി ചെയ്യേണ്ട കാര്യമാണ്. സ്തോത്രം. പ്രയർ എന്ന് പറയുന്ന ഡെയിലി ഹാലേലൂയ. നമ്മുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടത് സ്തോത്രം ഇതിനെ അടിസ്ഥാനമാക്കിയ സ്തോത്രം. എന്നാൽ മാത്രമേ അത് ചാർജായിട്ട് മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കത്തുള്ളൂ. ദൈവ ഇഷ്ടങ്ങളെ മനസ്സിലാക്കി മുന്നേറുവാൻ നമ്മെ സഹായിക്കത്തുള്ളൂ. നാം എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. മറിച്ച് വലിയൊരു ഉത്തരവാദിത്വം സ്വർഗത്തിലെ ദൈവം നമ്മെ ഏൽപ്പിച്ചുണ്ടെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കർത്താവിന്റെ ഇഷ്ടത്തെ ചെയ്ത് ജീവിക്കുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഹാലേലൂയ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിലൂടെ കടന്നു വരുമ്പോൾ സ്തോത്രം അതിന്റെ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്. സ്തോത്രം. ഹാലേലൂയ. ഫിലിപ്പിയർ 4:6-7 വാക്യങ്ങൾ ഇങ്ങനെ പറയും: ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങൾ ആവശ്യമ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. അവിടെ ഇങ്ങനെയല്ല പറയുന്നത്, നിങ്ങൾ ആവശ്യങ്ങളെ ദൈവത്തോട് അറിയിക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിങ്ങൾ അറിയിക്കുന്ന പോലെ ദൈവം നൽകി തരുമെന്നല്ല പറയുന്നത്. അതിന് മറുപടിയായിട്ട് ഇവിടെ പറയുന്ന കാര്യം 7-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്: എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. എത്ര പവർഫുൾ ആയ ഒരു വേഴ്സാണ്. കർത്താവിനോട് നമ്മുടെ ആവശ്യങ്ങളെ, നമ്മുടെ ഭാരങ്ങളെ, നമ്മുടെ വേദനകളൊക്കെ നമ്മൾ സ്തോത്രത്തോടെ അറിയിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന സൊല്യൂഷൻ അല്ല അവിടെ വരുന്നത്, മറിച്ച് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായ ഒരു സമാധാനം, ദൈവിക ഇടപെടൽ നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ ഡ്രീംസിനെയും നമ്മുടെ മുന്നോട്ടുള്ള ചിന്തകളെല്ലാം ക്രിസ്തുയേശുവിൽ കാക്കും. ഇതാ നമുക്ക് ആവശ്യം വേണ്ടത്. ഇതാ നമ്മളുടെ മോട്ടീവായിരിക്കട്ടെ. പ്രാർത്ഥിക്കുമ്പോഴും കർത്താവേ, എനിക്ക് ഈ വിഷയത്തിനൊരു സമാധാനം തരണം. ഇതിന്റെ റിസൾട്ട്, ഞാൻ ആഗ്രഹിക്കുന്ന റിസൾട്ട് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതല്ല, മറിച്ച് ഹൃദയത്തിൽ സമാധാനമില്ലാതെ നമ്മൾ എന്തു ചെയ്തിട്ട് എന്തോ കാര്യം ചെയ്യുന്നില്ല. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കിട്ടിയത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ കുഞ്ഞുങ്ങളുടെ അഡ്മിഷന് വേണ്ടി പ്രാർത്ഥിച്ചു, വലിയൊരു ഇന്റർനാഷണൽ സ്കൂളിൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചെന്നിരിക്കട്ടെ. നമ്മൾ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു, നമുക്ക് അവിടെ അഡ്മിഷൻ കിട്ടി. പക്ഷെ അതിനുശേഷം ആ സ്കൂള് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അല്ല, അല്ലെങ്കിൽ ആ സ്റ്റുഡൻസിന്റെ ഭാഗത്തുനിന്ന്, കുഞ്ഞുങ്ങളുടെ ഭാഗത്തുനിന്ന് ഒത്തിരി പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മുടെ സമാധാനം പോയില്ലേ? സ്തോത്രം. നമ്മൾ ചിലവാക്കിയ പൈസ പോയില്ലേ? സ്തോത്രം. ഇവിടെ ചിന്തിക്കേണ്ട കാര്യം ദൈവസന്നിധി പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്: കർത്താവേ, എന്റെ ഹൃദയത്തിൽ ആശ്വാസം തരുന്ന പോലെ. സ്തോത്രം. കാരണം ദൈവഹിതമാണെങ്കിൽ അവിടെ ആശ്വാസം ഉണ്ടാകും, അവിടെ സമാധാനം ഉണ്ടാകും. സ്തോത്രം. അവിടെ സ്വസ്ഥതയുണ്ടാകും. സ്തോത്രം. അതാണ് ഏറ്റവും വലിയ സൈൻ എന്ന് പറയുന്നത്. നമ്മുടെ ഹൃദയത്തിൽ വലിയ ആശ്വാസം നമ്മൾ അനുഭവിക്കും. സ്തോത്രം. നാം പ്രാർത്ഥിക്കുക: സകല ബുദ്ധിയെയും കവിയുന്ന സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. അങ്ങനെ ഒരു ലൈഫിലോട്ട് കർത്താവ് എന്നെ കൊണ്ടുപോകണം, എന്റെ കുടുംബത്തെ കൊണ്ടുപോകണം. അങ്ങനെ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ എന്നെ സഹായിക്കണം. എന്റെ പ്രാർത്ഥനകളെല്ലാം കർത്താവെ അവിടുന്ന് ഒന്നുകൂടി ശോധന ചെയ്യണമേ. എന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിലവുകളെ ഒന്ന് ശോധന ചെയ്യണമേ. അപ്പോൾ തന്നെ കർത്താവെ, ദൈവ സമാധാനം എന്നെ വാഴുവാൻ തക്കവണ്ണം എന്റെ ലൈഫിന് ഏൽപ്പിച്ചു തരുന്ന കർത്താവെന്ന് നാം പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കേ. വലിയ സ്വസ്ഥതയും സമാധാനവും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും. ഒരുപക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവമഹത്വമല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കാം. പക്ഷെ അപ്പോഴും നമ്മൾ കൂളായിട്ടിരിക്കും.
ഹല്ലേലൂയ. സ്വന്തം മറ്റുള്ളവർക്ക് ഇല്ലാത്ത സമാധാനം നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് തന്നിരിക്കും. കാരണം അത് ദൈവിക പദ്ധതി ആയതുകൊണ്ട്. സ്തോത്രം. അതുകൊണ്ട് ഈ പകൽക്കാലം ദൈവിക പദ്ധതികൾ, ദൈവ ഇഷ്ടങ്ങൾ മാത്രം നമ്മുടെ ലൈഫിൽ നടക്കുവാൻ യേശു മാതൃക കാണിച്ചതുപോലെ പിതാവിന് ഇഷ്ടങ്ങളെ ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തി ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.